എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ദേ അവിടെയാണ് നമ്മൾ പോകേണ്ടത്. കണ്ടോ, അവിടെ എന്തോ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ആണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും അങ്ങോട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. കൊള്ളാം കേട്ടോ, അടിപൊളി പക്കയാണ്. വീഡിയോയിലൂടെ നോക്കുമ്പോൾ വലിയതായിട്ട് തോന്നത്തില്ല, പക്ഷേ എങ്കിൽ പോലും നൈസ് വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറം വഴി എന്തോ വേറൊരു അടിപൊളിയായിട്ടൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. മറ്റേ ബ്രോ പറഞ്ഞു, പുള്ളിയോട് വന്നിട്ടുള്ളതാണ്. പുള്ളിക്ക് അറിയാതെ, നമുക്കതിനെ പറ്റി അറിയില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് അറിയത്തില്ല. എന്തായാലും ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് മേളിലോട്ട് പോയിട്ട് വരാം. എൻട്രി ഫീ 20. എത്രയാട്ടോ ടിക്കറ്റ്? ഒരാൾ ബൈക്ക് നടന്നു നോക്കോളാം. 33 രൂപ. പിന്നെ നമുക്ക് നടന്നു പോകാനാണെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ടോ? റിസ്ക് അല്ലേ? കുഴപ്പമില്ല, നടക്കാം. ഇവിടെ നമുക്ക് നടന്നു പോവാം. ജീപ്പിന് പോകേണ്ടവർക്ക് ജീപ്പിന് പോവാം. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. പക്ഷേ നമ്മൾ നടക്കാം. ജീപ്പിന് പോയി കഴിഞ്ഞാൽ മുതലാവില്ല. അയ്യോ, ഇവിടെ വന്നിട്ട് എന്താ പറയുക, ഇതൊക്കെ രാവിലെയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 6 മണി 6:30 7 മണി ആ ഒരു ടൈമിലൊക്കെയാണ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. നമ്മളിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ടോപ്പിൽ ചെന്നിട്ടില്ല കേട്ടോ, പക്ഷെ എങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. അടിപൊളി. ഇവിടെ വേറെ മറ്റ് ജീവികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അതിലാണ് കേട്ടോ പോകണ്ടേ. ഞാൻ വെറുതെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. വാവ്, ജീപ്പിന് പോവുകയാണെങ്കിൽ റിസ്ക് കുറവാണ്. ജീപ്പിനകത്തിരുന്നാൽ മതി, അവർ മുകളിൽ കൊണ്ട് വിടും, വേറെ സീനില്ല. പക്ഷെ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ലല്ലോ. നമുക്ക് നടന്ന് ആസ്വദിച്ച് സ്ഥലമൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോവാം. ഓക്കെ, പോകുന്നതിന് മുമ്പ് അവിടെ മേളിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയത്തില്ല. നല്ല വിശപ്പുണ്ട്. രാവിലെ 2 പൊറോട്ട കഴിച്ചുള്ളൂ. 2 പൊറോട്ട, ഒരു മുട്ടക്കറിയും. അപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും മേളിൽ കട എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു നോക്കണം. ചോദിച്ച് നോക്കിയിട്ട് പോവാം. ഉണ്ടെങ്കിൽ ഒന്നും വാങ്ങുന്നില്ല. വെള്ളം ഇരിപ്പുണ്ട് കയ്യിൽ, മേളിൽ ചെന്നിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പാക്കറ്റ് ഐറ്റം എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാം. ചേട്ടാ, മേളിൽ നമുക്ക് കട എന്തെങ്കിലും കാണുമോ? ഉണ്ടോ? ഫുഡ് കഴിക്കാനൊക്കെ കാണുമോ? അതേ കിട്ടത്തുള്ളൂ അല്ലേ? ഇവിടെ അതല്ലേ കാണത്തുള്ളൂ. ഓംപ്ലേറ്റ് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടും കാര്യമില്ലല്ലോ. എന്തായാലും ഓംപ്ലേറ്റ് അതിപ്പോൾ മേളിൽ ചെന്നിട്ട് കഴിക്കാം. മേളിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മുടെ നടത്തം സ്റ്റാർട്ട് ചെയ്യാണ്. 1 കിലോമീറ്റർ പോകണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 പേര് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. അവർ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. അവർ പക്ഷെ തിരിച്ചു വരുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയില്ല. നടക്കാൻ വയ്യായിരിക്കും, അതായിരിക്കും. കാരണം കയറ്റമാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഭയങ്കര കയറ്റമാണ്. അപ്പോൾ അവർ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തിരിച്ചു വരുവാണോ എന്നറിയില്ല. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. രക്ഷയില്ല. എന്താ പറ്റി പോയിട്ട് തിരിച്ചു വന്ന്? നടക്കാൻ പോയല്ലേ? നല്ല കയറ്റോ? ആ,
അയ്യോ, സത്യം പറയാലോ കുഴഞ്ഞ് കേട്ടോ. ഇത്ര നടന്നപ്പോഴത്തേന് കുഴഞ്ഞ്. നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാലേ വെള്ളമില്ലായിരുന്നു. എത്ര കയറ്റമായാലും നടക്കാം, നമുക്ക് മുതലാവണ്ടേ. നടന്നില്ലെങ്കിൽ നഷ്ടമായി പോയേനെ. എന്തായാലും കുഴഞ്ഞു കേട്ടോ. അവർ വെറുതെ അല്ല പോയത്. വണ്ടി കയറ്റി ഇടുമായിരുന്നു, നൈസായിരുന്നു, കയറി പോവായിരുന്നു. ജീപ്പിന് ടിക്കറ്റ് എടുത്ത് പോകണം. അപ്പോൾ അത് ശരിയാവില്ലെന്ന് വെച്ചാൽ പൈസ ഇല്ല കൈസ്. അവരിവിടെ വരെ എന്തോ വന്നു കേട്ടോ. ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയതാ. അവർ പറഞ്ഞ് അവർ വേറെന്തോ പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ത്, അവർ കുഴഞ്ഞിട്ട് പോവുക. ആ പുള്ളിക്കാരന് കുഴപ്പമില്ല, പക്ഷെ പുള്ളിക്കാരൻ്റെ കൂടെ വന്ന ആ പെണ്ണ് പുള്ളിക്കാരിയുടെ മുഖത്തുണ്ട്, നടക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഇത്ര കഴിയുമ്പോഴത്തേന് ഞാനും കുഴഞ്ഞു കേട്ടോ. 1 കിലോമീറ്റർ ഇവിടെ പിന്നെ വേറെ വന്യജീവിയുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. 1 കിലോമീറ്ററോ 2 കിലോമീറ്ററെല്ലാം നടന്നു പോവാം. അങ്ങനെ സീനൊന്നും ഇതുവരെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ. അതുമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നടന്നുള്ള ട്രാവലിങ്ങിന് വെക്കില്ലല്ലോ അവിടെ. അയ്യോ, സംഭവം തന്നെയാണ് കേട്ടോ. സംഭവം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചില്ലേ, അത് തന്നെയാണ് സംഭവം. നടന്ന് കയറുന്ന പാടാണ്. വെള്ളം എടുത്ത് കൈ വെക്കണ്ടേ. എന്തായാലും വെള്ളം വാങ്ങിയത് കാര്യം കേട്ടോ. അപ്പോൾ ഇവിടെ കടയിൽ ഓംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, മേളിൽ ചെന്നാലും അതേ ഉള്ളൂ. അപ്പം മേളിൽ നിന്ന് കഴിക്കാം. ഇവിടുന്ന് കഴിച്ചിട്ട് പോയാലേ നടക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അയ്യോ, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ടവറിൻ്റെ ഏകദേശം എത്താറായി. ഈ വളവിടെ കഴിഞ്ഞ് മേളിലെത്തുമ്പോഴത്തേന് ടവറിന് മുകളിലാവും നമ്മൾ. എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഇവിടെ വലിയ ഗുമ്മില്ല, രസമില്ല എന്ന് പറഞ്ഞു. സംഭവം പുള്ളി താഴെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ജീപ്പിന് കയറി മേളിൽ പോയി കുറച്ച് നേരം നിന്നിട്ട് ജീപ്പിന് താഴെ വന്നിട്ട് പോയി. ഇതാണ്. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇല്ലിക്ക കല്ല് പോകണ്ടെന്ന് പറഞ്ഞു, അവിടെ വലിയ ഗുമ്മില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ രാവിലെ ആ വാട്ടർഫോൾസ് പോയിട്ട് എന്തായാലും പോയേക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വന്നതാണ്. വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. ഇവിടെ എന്താണ് കൊള്ളാതിരിക്കാൻ? ഇതൊക്കെ കണ്ടിട്ട് കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കൊള്ളത്തില്ല എന്ന്? അയ്യോ, അടിപൊളി. നടന്ന് കയറുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു വേനൽ സമയം കൊണ്ടാണ് ഇങ്ങനെ. കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസമൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, വേറെ ലെവലായിരുന്നു. നമ്മളിത് അവിടെ നിന്നാണ് വന്നത് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്നാണ്. നമ്മുടെ വണ്ടി അവിടെ എവിടെ വെച്ചിട്ടുണ്ട്, മറി നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇനി തിരിച്ചു പോകുമ്പോൾ വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞ് അത് താഴെ പോയി നമ്മൾ വെള്ളം വാങ്ങിയ കടയിൽ ഇത്തടുത്ത് ചോദിക്കണം. ചോദിച്ചിട്ട് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോകണം. സത്യം പറഞ്ഞാൽ നന്നായിട്ട് അണയ്ക്കുന്നു കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കയറ്റം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കയറ്റോ. 2 പേര് വന്നിട്ട് തിരിച്ചു പോയില്ലേ, കുറച്ച് ദൂരം അവർ നടന്നിട്ടുള്ളൂ. പക്ഷെ അവർ കുഴഞ്ഞ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഇതേ സേഫായിട്ടിരിപ്പുണ്ട്. അവിടെ ഇരിക്കട്ടെ.
അയ്യോ, പിന്നെ ഇവിടെ നമുക്ക് ഇതിനകത്തോട്ട് കയറാനായിട്ട് ടിക്കറ്റ് എടുത്തത് 33 രൂപയാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ കൊല്ലത്തൊക്കെ ഉള്ളൊരു ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു 1 ഡേ വന്നിട്ട് പോകാൻ പറ്റിയ സെറ്റപ്പാണ്. നമ്മൾ അവിടെ നിന്നൊരു 500 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് ഇങ്ങ് വന്നാൽ മതി. നേരെ തിരുവല്ല വന്നിട്ട് മാപ്പിട്ടാൽ മതി. തിരുവല്ല വന്നിട്ട് മാപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ടവർ നമ്മുടെ താഴെയായി കേട്ടോ. ടവറിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഏകദേശം ഒരു നമ്മുടെ എന്താ പറയുക, ഒരു ടവറിൻ്റെയൊക്കെ ഹൈറ്റ് അറിയാമല്ലോ. അപ്പോൾ അതിന് മുകളിലെത്തി നമ്മൾ. പിന്നെ ഏകയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് വന്യജീവികളോ അങ്ങനെ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ. അതിൻ്റെ ബോർഡോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അതില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ നടത്തി വിട്ടില്ലല്ലോ. അങ്ങോട്ട് സെറ്റപ്പൊന്നും കാണില്ല. പിന്നെ നൈസായിട്ട് മഴക്കോളുകളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ വെച്ചൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നനയാനല്ലാതെ വേറെന്ത് ചെയ്യാൻ പറ്റും. മുകളിൽ ചെന്നിട്ടാണെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കാനുള്ള സ്ഥലം കിട്ടും. ഞാൻ നന്നായിട്ട് അണയ്ക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല, കാരണം എന്ന് വെച്ചാൽ അതുപോലെ ഹൈറ്റാണ്. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം ഫാമിലിയായിട്ട് വരുന്നവരാണെങ്കിൽ ചടങ്ങാണ്, കയറാൻ പറ്റില്ല. കാരണം എല്ലാവരും കയറണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഫാമിലിയായിട്ട് വന്നാൽ തന്നെ എനിക്ക് മോനുണ്ട്, വൈഫുണ്ട്. ഞങ്ങൾ 3 പേരോട് വന്നാൽ തന്നെ അവളെ കൊണ്ടിത് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല, ചിലപ്പോൾ കയറിയേക്കാം കേട്ടോ, തീർത്ത് പറയാൻ പറ്റില്ല. പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കയറേണ്ടി വരും, അതാണ് പ്രശ്നം. നമുക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ പോവാ. അയ്യോ, എൻ്റെ പൊന്നു, അയ്യോ, കുഴഞ്ഞ കൈസ്. കയറ്റമെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത കയറ്റമാണ്. അയ്യോ, നല്ല കാറ്റുണ്ട് കേട്ടോ. വെയിൽ കുറവാണ്. വെയിലുണ്ടായി ഇവിടെ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ ചൂടടിച്ചാണ്. വെയിലില്ല, തണലുണ്ട്. കുറച്ച് നേരം ഇരുന്നിട്ട് മേളിലോട്ട് കയറാം. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ? അല്ല, ഇവിടെ അടുത്തുള്ളതാണോ? എവിടെ വീട്? എവിടെ? ചിങ്ങവനം എന്ന് പറയുമ്പോൾ എവിടെ കറക്റ്റ്? കോട്ടയം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം, തിരുവല്ല റൂട്ടോ? ചങ്ങനാശ്ശേരിക്ക് ഇപ്പുറം അല്ലേ? ഇനി നമ്മൾ എത്ര ദൂരം നടക്കണം മേളിലോട്ട്? ആണോ? അയ്യോ, ഇവിടെ ഉദ്ദേശിച്ച് വന്നതല്ലേ, മറ്റേ ബാക്ക് സൈഡ് ഉദ്ദേശിച്ച് വന്നേ. അത് ഇതിലേ പോകണം. ഞാനിപ്പോൾ താഴെ വന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ബാക്കിൽ എന്തോ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞത്. അതാ വ്യൂ, അത് ട്രക്കിംഗ് ഉള്ളത്. അത് നമുക്ക് പോകാൻ പറ്റില്ലേ? പറ്റും. അത് ഇതിലേ പോകണം. അത് ഈ വരുന്ന വഴി അവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് ഒരു 11 കിലോമീറ്റർ പോകണം അല്ലേ? ഇവിടെ താഴെ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ. അത് വന്ന വഴി ഒരു ലെഫ്റ്റിലോട്ടൊരു താഴോട്ട് ഇറക്കമുണ്ട്, അതിലേ പോയാൽ മതി. പക്ഷെ അത് ഇപ്പോൾ കാണുമെന്ന് അറിയത്തില്ല, അതൊക്കെ വെള്ളം കാണത്തില്ലല്ലേ? ഇപ്പോൾ. അയ്യോ, അടുത്ത് ഇപ്പോൾ വെയിൽ മാറിയപ്പോഴാണ് ഞാൻ കുറച്ച് നേരം ഇരുന്നത്. ഉണ്ട്, പക്ഷേ ഇവിടെ മറ്റേ സ്റ്റെപ്പ് കയറി ഒരു വ്യൂ പോയിന്റ് നിൽക്കുന്നേ ഉള്ളൂ, അത്രേ ഉള്ളല്ലേ? മറ്റേത് മറ്റേ പാറയുടെ മണ്ടയ്ക്ക് വരുന്നതായിരുന്നു. ഈ പാറയെന്ന് പറയുന്നത് നമ്മൾ ഈ വരുന്ന വഴിക്ക് കാണുന്നൊരു സംഭവമല്ലേ? നമുക്ക് കുറേ പാറകളൊക്കെ ഈ സെറ്റപ്പാണ്. മണ്ടയ്ക്കോട്ട് വരുമ്പോൾ കാണിക്കാം. അത് എവിടെ അല്ലേ? നമ്മൾ ആ പാറയുടെ ഓപ്പോസിറ്റ് നിന്ന് വ്യൂ കാണുക. ജീപ്പിന് പോട്ടുകാരില്ലേ? നടന്നു പോകുന്നതല്ലേ നല്ലതല്ലേ? നടന്നു പോകുന്നതല്ലേ നല്ലത്? എൻ്റെ വീട് കൊല്ലം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നതല്ല. ഞാൻ രാവിലെ കോട്ടയം വന്നിട്ട്
തിരുവല്ല വന്നിട്ട് കോട്ടയം പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കറങ്ങാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നേ. പിന്നെ അവിടെ അടുത്തൊരു വാട്ടർഫാൾസ് ഉണ്ടല്ലോ, അടുത്തല്ല നമ്മുടെ പുതുപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ട്, എന്താണ് അതിൻ്റെ പേര് ഓർക്കുന്നില്ല. ആ അത് നല്ലൊരു വാട്ടർഫാൾസാണ്, പക്ഷേ വെള്ളമില്ല, വെള്ളക്കുറവാണ്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇന്നിങ്ങനെ ഇല്ലീഗൽ കല്ല് 2 ദിവസം മുന്നേ നമ്മുടെ ഫ്രണ്ട് വന്നായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് ഇവിടെ വലിയ ഗുമ്മില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ വന്നു, ഇവിടെ അടിപൊളിയല്ലേ? ഇവിടെ അല്ല, അപ്പുറം പോകേണ്ടി വരും അല്ലേ? ഇനിയിപ്പോൾ മേളിൽ വന്നിട്ട് താഴെ പോയിട്ട് അപ്പുറം പോവാം. അതിന് വേറെന്തൊരു പേര് പറഞ്ഞു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളേകദേശം ടോപ്പിലെത്തായി, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2 പേരും മുട്ടൻ ഉടക്കാണ് കേട്ടോ. ഈ സാധനമാണ് നമ്മൾ താഴെ നിന്ന് കണ്ടത്, ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, കുറച്ചൊന്ന് ഇരുന്നിട്ട് കയറിയപ്പോഴത്തേന് അണപ്പൊക്കെ മാറി. അത് ഫസ്റ്റ് നമ്മൾ കയറേണ്ടതായിരിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞത് ഇതിന് വേറെ അപ്പുറത്തൂടെ വേറെ എന്തൊരു വഴിയുണ്ട്, അവിടെയാണ് അടിപൊളി വ്യൂ എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. താഴെ ഇറങ്ങിയിട്ടൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല, കഴിക്കാൻ ചിലപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ലല്ലോ. അവിടെ പിന്നെ ബൈക്ക് അവിടെ സ്പോട്ട് വരെ ചെല്ലുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോവാം. എന്തായാലും ഇവിടെ മുകളിലേക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടൊക്കെ വന്നിട്ട് കൊള്ളില്ല, ഗുമ്മില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ പറയണ്ടേ? ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ട് അയ്യോ. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, വെയിലുണ്ടെങ്കിൽ പോലും. നന്നായിട്ട് വീർത്തു. അപ്പോൾ ഒരു കാറ്റും തണുപ്പൊക്കെ വന്നപ്പോഴത്തേന് കൊള്ളാം, അടിപൊളി. എനിക്ക് റിസ്ക്കാണ് കയറുന്നത് കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം റിസ്കിൻ്റെ കാര്യം കാലിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. എന്നാലും കയറാതിരിക്കാൻ പറ്റില്ല. അയ്യോ, വളരെ ദുർഘടമായ പാതയാണ്. വന്നിട്ടുണ്ട് നമ്മൾ കയറും. വരുന്നവർക്ക് കയറാൻ കേട്ടോ, സിമ്പിളാണ്. എനിക്ക് കാലിന് ചെറിയ ലിഗമെൻ്റ് ഇഞ്ചുറി പറ്റിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട്. അയ്യോ, നോർത്ത് ഈസ്റ്റ് കുറേ പേരൊക്കെ ഉണ്ട്. ഭയങ്കര റിസ്ക്കാണ്. എന്തായാലും പോയി നോക്കാം. ഇവിടെ വരെ വന്നിട്ട് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും അണപ്പായി. ആക്ച്വലി ഇതൊരു നല്ല കുത്തനെ കയറ്റമാണ്, കുത്തനെ. അയ്യോ, ഇവിടെ നിന്നൊരു 3 പേര് വരുന്നുണ്ട്. നല്ല റിസ്ക്കാണ്. അയ്യോ, അയ്യോ അയ്യോ, ജാസ്തി ചൂടാണെന്ന് ഇവിടെ. അയ്യോ, നമ്മൾ മേളിൽ വന്നിട്ട് വലിയ കുഴപ്പമില്ല. അവരെന്നെ ട്രോളിയിട്ട് പോവാ, കുഴപ്പമില്ലാന്ന്. ഇവരെ കൂടെ ഉള്ളവരെന്തോന്ന് 2 പേരോടെ ഇരിക്കുന്നു. ഇത് കണ്ടോ, ഇറങ്ങിപ്പോ അമ്മച്ചിയൊക്കെ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് മേളോട്ട് പോവാം. അവർ പോട്ടെ. അമ്മച്ചിന്നൊക്കെ വിളിച്ച്, അമ്മച്ചിന്ന് തന്നെയാണോ വേറെ വല്ലതാണോ പറഞ്ഞത്? എന്തായാലും
എൻ്റെ പൊന്നോ, മഴ സമയത്താണ് ബാല പൊളിഞ്ഞാലും കേട്ടോ. ഇവിടെ കയറുന്നത് ഭയങ്കര റിസ്ക്കാണ്. പിന്നെ അവർ പോയത് ഈ കോൺക്രീറ്റിൻ്റെ ഇവിടെ ചവിട്ടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര റിസ്ക്കാണെന്ന് തോന്നുന്നു അങ്ങനെ പോകുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ സ്പോട്ട്. നമ്മൾ വണ്ടി വെച്ചിട്ട് വന്ന സ്ഥലമാണിത്. നമ്മുടെ വണ്ടിയാണ് ആയിരിക്കുന്നത്. ഒരു മലയുടെ സൈഡ് ഫുള്ള് കറങ്ങി കയറിയാണ് നമ്മൾ വന്നത്. ഇനിയപ്പോൾ മേലേക്ക് പോവാം. ഓക്കെ, അയ്യോ. പക്ഷേ എനിക്ക് തോന്നുന്നു മഴയാണെങ്കിൽ ഇവിടെ ഭയങ്കര റിസ്ക്കാണ് കയറാൻ. കാരണം ഇതിവിടെ എല്ലാം ചെളിയാവും. ചെളിയായിട്ട് കയറാൻ പറ്റാതെ വരും. അയ്യോ എൻ്റെ പൊന്നോ, ഇവിടെ വരെ വന്നിട്ടുണ്ടേ കയറാൻ പോകത്തില്ല. അത് വേറെ കാര്യം. ഞാനിങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കാം, എൻ്റെ കാലിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ്. കയറുന്നതിന് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ വലത് കാലിൻ്റെ മുട്ടിന് ഒരു ലിഗമെൻ്റ് ഇഞ്ചറി പറ്റിയിട്ട് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, എങ്ങനെയുണ്ട്? താഴോട്ട് പോയില്ലായിരുന്നോ? പോയില്ലല്ലേ? ഏകദേശം നടക്കാൻ പറ്റുന്നൊരു വഴിയിലേക്ക് നമ്മൾ എത്തി ഗൈസ്. ഓ, ഇവിടെ വരെ ഉള്ളല്ലേ? ഇവിടെ വരെ ഉള്ളു സംഭവം. നമ്മളിത് കാണാനാണ് ഇത്ര കഷ്ടപ്പെട്ട് വന്നത്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരുമാതിരി കോട അടിച്ച പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇല്ലിക്കൽ കല്ല് വരുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് വന്നു. പിന്നെ ആ ഒരു കോടയൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഒരു രക്ഷയില്ല, തീരെ ലുക്കായിരിക്കും ഇവിടെ. ഭയങ്കരമായിട്ട് അണയ്ക്കുന്നുണ്ട് കേട്ടോ. അതുവഴിയൊക്കെ റോഡൊക്കെ പോകുന്നുണ്ട്. അയ്യോ അമ്മേ, അയ്യോ, ഒരു കസാര കിട്ടിയായിരുന്നു 10 മിനിറ്റ് കൂടി ഇരുന്നിട്ട് പോയിരുന്നു. അപ്പം നമ്മൾ എന്താ ഒരു രസം ഇവിടെ. വെയിലുണ്ട്, അത്യാവശ്യം വെയിലൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സ്ഥലമുണ്ടല്ലോ, ഒരു രക്ഷയില്ല, വേറെ ലെവലിൽ സ്ഥലം. ഇല്ലിക്കൽ കല്ല് പിന്നെ വേറൊരു റൂട്ട് വേറെ കറങ്ങി വേറൊരു സ്ഥലത്ത് ചെല്ലാം എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇതിന് അപ്പുറം സൈഡായിരിക്കും. പക്ഷെ അത് നമ്മൾ വന്ന റൂട്ടല്ല, വേറെ റൂട്ട് കറങ്ങിപ്പോണം. ഒരു 10 കിലോമീറ്റർ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ 10 കിലോമീറ്റർ കറങ്ങി നമ്മൾ താഴെ ചെന്നിട്ട് ആ റൂട്ടിലേക്ക് പോവാം. ഓക്കെ, ഇനി ഇവിടെ താഴെ നമ്മൾ ഈ ചെന്നിറങ്ങുമ്പോൾ അവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട് കുറച്ച് താഴെ. അവിടെയും കുറച്ച് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റും നമുക്ക്. അവിടെ ഫ്രണ്ടിലേക്ക് പോകാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് പോയിട്ട് മറ്റേ വ്യൂ പോയിൻ്റ് പോകുന്നെങ്കിൽ അവിടെ പോകാൻ പറ്റില്ല, സമയം കിട്ടില്ല. കാരണം ഇതിനിപ്പോൾ താഴെ ചെല്ലുമ്പോൾ ഒരു സമയമാവും. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് വേണം വണ്ടി എടുത്തിട്ട് താഴെ നമ്മൾ വെള്ളം വാങ്ങാൻ ഒരു ഇത്തട കടയിൽ കയറിയില്ലേ, ആ ഇത്തടത്ത് ചോദിക്കണം അതെങ്ങനെയാണ് റൂട്ട് പോകുന്നത്. ഒരു വാട്ടർഫോൾസ് ഉണ്ട്, സത്യം പറയാമല്ലോ, ഒന്ന് കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വെള്ളമില്ലല്ലോ. വാട്ടർഫോൾസിൽ വെള്ളമില്ല. അയ്യോ, അപ്പം ഞാനിവിടുന്ന് തിരിച്ച് താപ്പോട്ടിറങ്ങുകയാണ്. താപ്പോട്ടിറങ്ങിയിട്ട്
നമുക്കിനി ആ വാട്ടർഫോൾസ് പിടിക്കാം. വാട്ടർഫോൾസ് പിടിച്ച് അവിടെ കുളിക്കാൻ വല്ല സെറ്റപ്പ് ഉണ്ടെങ്കിൽ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കുളിക്കണം. കാരണം അതുപോലെ കുഴഞ്ഞ്, അതുപോലെ ക്ഷീണിച്ച് നന്നായിട്ട് വിയർത്ത് ടീഷർട്ടെല്ലാം നനഞ്ഞു. നമുക്ക് താഴേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇനി താഴോട്ട് പോകാം കേട്ടോ. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ മേളിലോട്ട് കയറുന്നതിനെക്കാട്ടി ഭയങ്കര റിസ്ക്കാണ് താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ താഴോട്ട് പോവാം. ഗൈസ്, നമുക്ക് എവിടെ പോകേണ്ട ഇവിടെ, നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ ആയിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഗൈസ്, നമുക്ക് പുതിയ ചാനലാണ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, അതേപോലെ വ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ വീഡിയോകൾ കുറച്ച് പേരെ കാണുന്നുണ്ട്. പക്ഷേ കാണുന്നവർ ദയവ് ചെയ്ത് ഒന്ന് മാത്രം ചിന്തിക്കുക. കാരണം നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല അങ്ങനെ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മാറും. നമ്മൾ ചെയ്ത് ഒരിതായി വരുന്നതേ ഉള്ളൂ, അപ്പോഴത്തേന് ഓക്കെ ആയിക്കോളും. അപ്പോൾ കൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരെയും കൊണ്ടൊന്ന് സബ്സ്ക്രൈബും അതുപോലെ ലൈക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വലിയ ചാനലൊന്നുമല്ല, പുതിയ ചാനലാണ്. ദയവ് ചെയ്ത് എല്ലാവരും കൂടെ നിൽക്കുക. കുറച്ച് ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇട്ട വീഡിയോസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരോട് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം ഒന്ന് സപ്പോർട്ടാക്കി തരിക. ഓക്കെ ഗൈസ്, ഇല്ലീഗൽ കല്ലിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഈ ഹെലിക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, പക്ഷേ ഹെലിക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ നമ്മുടെ കൂടെ കയറി വന്നവരാണ് ഈ പോകുന്നത്, ഈ പിള്ളേർ. ഇവർ നോർത്ത് ഈസ്റ്റാണ്. ഇവർ നോർത്ത് ഈസ്റ്റ് ടീം പോയി. എനിക്ക് തോന്നുന്നു അവർ ജീപ്പിനാണെന്ന് തോന്നുന്നത്. അവർ നടന്നിട്ടില്ല, പക്ഷെ അവർ ഈ കയറ്റം കയറിയപ്പോൾ തന്നെ അവർ കുഴഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവിടെ ചെല്ലണം. ഇതാണ് നമ്മുടെ സ്പോട്ട്. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, അവിടെ ചെല്ലണം. അതിന് ഇതിലേക്ക് ഇറങ്ങി താഴെ ഇറങ്ങി ഒരു കറക്കം ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഇനി താഴോട്ട് പോവാം. ഫസ്റ്റ് ടൈമാണോ ഇവിടെ? ഫസ്റ്റ് ടൈമാണോ? അടുത്തുള്ളതാണോ സ്ഥലം? ഇവിടെ കോട്ടയം. ഇത് കോട്ടയം ജില്ലയല്ലേ ഇത്? അതെ, കോട്ടയം ജില്ല ബോർഡർ. ഇടുക്കി കോട്ടയം അല്ലേ? ചേട്ടാ, ഇതിൻ്റെ വേറെ ഏതോ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഒരു വ്യൂ കിട്ടുന്നത്, അത് ഇതിലേ പോണേ? ചെല്ലല്ലേ? അവിടെ കുറച്ചുകൂടി നല്ല വ്യൂ ആണെന്ന് താഴെ ചോദിച്ചാൽ അറിയല്ലേ പോന്നെ. ഇവിടെ കുറച്ച് നടക്കാൻ, ഇവിടെ കുറച്ച് ഓക്കെ. ഇവിടെ മറ്റേ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നടക്കാൻ കുറച്ച് കുഴപ്പമില്ല. നമുക്കത് വേണ്ട, കറങ്ങേണ്ടി വരും. ഇവർ വെള്ളോട്ട് കയറാൻ പോകണം, റിസ്ക്കാ. അപ്പം ഇവിടുന്ന് ഇതുവഴി ഇറങ്ങിയത് ഇവിടുത്തെ അത്രയും കറങ്ങണ്ടല്ലോ. ഒന്നാമത് നമ്മൾ നടന്ന് കുഴഞ്ഞ്. അയ്യോ അയ്യോ, സത്യം പറഞ്ഞാൽ കുഴഞ്ഞ ഐസ്. ഇവിടെ മേളിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഒരു ഐസ്ക്രീം വാങ്ങി ഇത് കുടിച്ച് പതിയെ നൈസായിട്ട് താഴോട്ട് നടക്കാം. വാ, എന്താ ഒരു കാഴ്ച, എൻ്റെ പൊന്നും, ഒരു രക്ഷയില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നല്ലോ, ഇവിടെ വരണം, വന്ന് കാണണം കേട്ടോ. വന്ന് കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഞാൻ പതിയെ ഐസ്ക്രീം കുടിച്ചിട്ട് താഴോട്ട് നടക്കട്ടെ. ഇനി താഴെ ചെന്നിട്ട് കാണാം. ഓക്കെ, താഴെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കടയിൽ കയറി ബ്രെഡ് ഓംപ്ലേറ്റ് പറഞ്ഞു.
അപ്പം ഇനി അത് കഴിക്കണം. അവിടെ ആൻറ്റി ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അജോൺ ടീ ഷോപ്പ്. സമയം 2:30 എന്തോ ആയി. നല്ല വിശപ്പ്. താഴെപ്പൊട്ടെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വയ്യ. വയസ്സ് ഞാൻ വേറൊരു സാധനം കൂടെ എടുത്തു, ഇവിടെ കഴിക്കാമെന്ന് വെച്ചു. ഓംപ്ലേറ്റ് ഇപ്പോൾ റെഡിയാവും. ഓംപ്ലേറ്റ് കഴിച്ചിട്ട് ഇനി താഴോട്ട് പോകണം. താഴെ പോയിട്ട് ആൻറ്റി ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തോ പോകാനുള്ള വേറെ എന്തോ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതിലെയാണ് പോകുന്നത്. നമ്മൾ ഏറ്റവും താഴെ ഇറങ്ങണം അല്ലേ? നോക്കട്ടെ, അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ പോവാം. അല്ല, ഇവിടെ അടുത്തെന്തോ ഒരു വാട്ടർഫോൾസ് എന്തോ ഇല്ലേ ആൻറ്റി? വെള്ളമില്ല അല്ലേ? പോയിട്ട് കാര്യമില്ല. ആ, കുളിക്കാൻ പറ്റുവാണേ കുളിക്കണം. ബ്രെഡ് ഓംപ്ലേറ്റ്. ഓക്കെ, എത്ര ആൻറ്റി? ഇതൊരെണ്ണം എടുത്തായിരുന്നേ. 70. 75 70 നമ്മളിവിടെ വന്ന് ബ്രെഡ് ഓംപ്ലേറ്റ് ഒരു സോഡാനിക്കലും കുടിച്ച് 70 രൂപ. നമ്മുടെ ഈ അജോൺ ആരാ ആൻറ്റി? മോൻ്റെ മോൻ. അയ്യോ, ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചു, നൈസായിരുന്നു. ഇവിടെ എല്ലാം കടകളുണ്ട്, പക്ഷെ അത് സീസൺ അല്ലാത്തതുകൊണ്ട് വലിയ ഇതില്ല. ഞാൻ നടക്കുന്നില്ല, ഞാൻ എന്തോ ഒന്ന് മറന്ന പോലൊരു ഫീല്, എന്താണെന്നറിയില്ല. കുപ്പിയും വെള്ളം അതെൻ്റെ ബാഗിലിരിക്കുക. അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് നേരം കയ്യിലുണ്ടായിരുന്നു. എൻ്റെ മോനെ ഇവിടത്തേക്ക് ഒരു ലുക്കുണ്ടല്ലോ, അയ്യോ രക്ഷയില്ല. ഇതൊരു കടയാണ്, ഇവിടെ അതേപോലുള്ള സാധനങ്ങളൊക്കെ കാണും. ഇതിലേ ഇറങ്ങി ഇതിലെയാണ് നമുക്ക് താഴേക്ക് പോകണ്ടേ. ടവർ ഉണ്ടോ? നമ്മുടെ നാട്ടിലൊരു ടവറിൻ്റെ ഹൈറ്റ് അറിയാമല്ലോ. ഇപ്പോൾ ഒരു 2 ടവറിൻ്റെ ഹൈറ്റ്, അതിനും മുകളിൽ പോയി നമ്മൾ. അത്രയ്ക്ക് ഹൈറ്റാണ്. അപ്പം ഇനി തൊണ്ടിട്ടിരിക്കുന്നത് ഉണക്കാനാവും എന്തിനാണെന്നറിയില്ല. അറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് താഴെ പോകണം ഗൈസ്. സത്യം പറഞ്ഞാൽ നടന്നിട്ട് താഴെ എത്തുന്നില്ല. അതെന്ത് സംഭവം? പോത്തോ? അവിടെയൊക്കെ പോത്തിനെ കൊണ്ടാരെങ്കിലും കിട്ടുമോ? അതോ മറ്റേ കാട്ടി വല്ലതും ആണോ? എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ പോത്തിനെ കൊണ്ടാരും കിട്ടുമോ ഇവിടെ. കാരണം ഫുള്ള് മലയാണ്, വീട് കാര്യങ്ങളൊന്നുമില്ല. വീട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ താഴെ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു സെറ്റപ്പും ഇല്ല. പക്ഷെ അവിടെ എന്തോ ഒരു സംഭവം നിൽക്കുന്നത്, പോത്താണോ മറ്റേ കാട്ടിയാണോ എന്നറിയില്ല. ഞാൻ കാണിക്കാം. ഇതെന്താണ് സംഭവം? ഓ, കയറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സംഭവം പോത്താണ് ഗൈസ്. സോറി ഗൈസ്, ഇറ്റ്സ് നോട്ട് എ കാട്ടി, ദിസ് ഈസ് പോത്ത്. അവൻ പോത്തിനെ കണ്ടിട്ട് കാട്ടിയാന്ന് തെറ്റിദ്ധരിച്ചു. ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റൂട്ടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മൂന്നാറിന്ന് നമ്മൾ മറ്റേ മറയൂർ കാന്തല്ലൂർ പോകത്തില്ലേ, ആ റൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു പാറയും അതുവഴി ഇങ്ങനെ കയറിപ്പോകുന്ന ആ ഒരു ഫീല് കറക്റ്റ് അതേപോലെ കിടക്കുന്ന വഴി. അവിടെ പിന്നെ നടന്നു പോകാറില്ല, നമ്മൾ വണ്ടിയിലായിരിക്കും പോകുന്നത്.
പിന്നെ എന്ന് പറയുന്നത് അവിടെ ഒരു പാറ ഉണ്ടായതുകൊണ്ട് അവിടെ വണ്ടി ഒതുക്കും, ചിലർ വണ്ടി സ്റ്റോപ്പ് ചെയ്യട്ടെ, അപ്പോൾ അങ്ങനെ നടക്കും. അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ പോയിട്ട് വന്നത്. ഓക്കെ, ഇതിൻ്റെ മുകളിലാണ് പോയത്. ഇനി താഴെ ഇനി എപ്പോൾ ചെല്ലുമെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോകുമ്പോൾ ഒരു കുട കരുതണം കയ്യിൽ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം നമ്മൾ റെയിൻകോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ റെയിൻകോട്ട് ഇടാം, പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുട ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. കാരണം ഇതിപ്പോൾ മഴ ടൈം അല്ല, പക്ഷേ എങ്കിൽ പോലും ചില സമയത്ത് മഴ പെയ്യും, ചില സമയത്ത് മഴ പെയ്യാറുണ്ട്. മെനഞ്ഞാന്ന് വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു. ഞാൻ വീടിനവിടുന്ന് പന്തളം പോയായിരുന്നു. പന്തളം പോയപ്പോൾ വീട്ടിൽ നിന്ന് വലിയ കുഴപ്പമില്ല, പക്ഷേ മഴയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓക്കെ, ജീപ്പിന് വന്നു കഴിഞ്ഞാൽ നഷ്ടം കേട്ടോ. ജീപ്പിന് നഷ്ടമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതുപോലെ ഇങ്ങനെ വ്യൂ നമുക്ക് കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റത്തില്ല ജീപ്പിന് വന്നാൽ. ഇപ്പോൾ ജീപ്പിനകത്ത് കയറിയിട്ട് ഒന്നെങ്കിൽ ഫ്രണ്ടിൽ സൈഡിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും കാണാം, അല്ലെങ്കിൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് കാണാൻ കഴിയില്ല. കാരണം അതിൻ്റെ ബാക്കിൽ ഓൾറെഡി ആൾക്കാരുണ്ട്, മറ്റേ ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പോൾ അത് കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല. വെറുതെ വണ്ടി ഓടിച്ച് മേളിൽ പോവുക, അവിടെ ചെന്നിട്ട് അവിടെ നടന്ന് അതിൻ്റെ മേളിൽ കയറിയിട്ട് ജസ്റ്റ് വ്യൂ കാണാമെന്നുള്ളേ ഉള്ളൂ. പക്ഷെ നമ്മൾ നടന്ന് പോവുകയാണെങ്കിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പോവാം. അതല്ലേ അടിപൊളി. അല്ല നമ്മൾ ജീപ്പിന് കയറിപ്പോട്ട് എന്ത് കിട്ടാനാണ്? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിൻ്റെ മേളിൽ വരെ വരുന്നതല്ലേ, ഇത്രയും ട്രാവൽ ചെയ്തൊക്കെ വരുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ. ജീപ്പിന് വന്നിട്ട് കണ്ടിട്ട് എന്ത് തേങ്ങ കിട്ടാനാ അല്ലേ? അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്കിങ്ങനെ തന്നെ നടന്നൊക്കെ പോയി കണ്ട് ആസ്വദിക്കുന്ന ആ ഒരു ഫീല് അത് വേറെ ലെവലാണ്. അത് ജീപ്പിനല്ല, ഇനി ഫ്ലൈറ്റിൽ പോകുമെന്ന് പറഞ്ഞാൽ പോലും കിട്ടില്ല. ഫ്ലൈറ്റിൽ പോയാൽ കിട്ടുമായിരിക്കും, ഞാൻ ഫ്ലൈറ്റിൽ പോയിട്ടില്ല. എന്തായാലും നല്ല കാറ്റ് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ വലിയ അണപ്പ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ചെറിയ നൈസ് കാറ്റും ഒരു തണുപ്പുണ്ട്. താഴോട്ട് ചെല്ലുമ്പോൾ ഒരു പക്ഷേ താഴേന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ താഴെ നമ്മൾ ബൈക്ക് വെച്ചില്ലേ, ബൈക്ക് വെച്ചോളം ശരിക്കും പറഞ്ഞാൽ താഴേന്ന് പറയാൻ കഴിയില്ല. കാരണം 10 കിലോമീറ്ററിനകത്ത് ഫുള്ള് കയറ്റമായിരുന്നു ഞാൻ വന്നത്. താഴേന്ന് പറയുമ്പോൾ അടിവാരം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ വണ്ടി ഫസ്റ്റ് ഇല്ലിക്കൽക്കല്ലിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടുന്ന് കയറുന്നവിടാണ് ഫസ്റ്റ് ലാൻഡിങ്. അവിടുന്ന് ഫുള്ള് കയറ്റം തന്നെ. പിന്നെ കുറച്ച് നമ്മൾ കയറി ഇങ്ങനെ വരുമ്പോഴത്തേ നമ്മുടെ വണ്ടിയൊക്കെ വെച്ചെടുത്തൊരു ലാൻഡിങ് ഉണ്ട്, അവിടെ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നത്. ഇവിടെ ടിക്കറ്റ് മൊത്തം 36 രൂപയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലത്തു നിന്നൊക്കെ ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ വന്ന് പോകാൻ പറ്റിയ അടിപൊളി സെറ്റപ്പാണ്. പിന്നെ വരുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ഒരു ടൈമിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. ഒരു എന്താ പറയുക, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, പിന്നെ ജൂണ്, ജൂലൈ ആ സമയത്തൊക്കെ മഴ ഉണ്ടാവും. അപ്പോൾ മഴ ഉണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചാറ്റമഴയാണെങ്കിൽ പോലും നന്നായിട്ട് കോട കയറും. അപ്പോൾ കാണാനൊക്കെ വേറെ ലെവലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വന്നാൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ അടുത്ത് വാട്ടർഫോൾസിൽ പോയാൽ നല്ല വെള്ളം കാണും. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് എല്ലാം ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതൊക്കെയാണ്. എങ്കിൽ പോലും ഞാനിതിനെ ചെറുതായി കാണുന്നില്ല കേട്ടോ. അടിപൊളി, ഇതൊക്കെ എന്ത് ലെവലാണ്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് കയറ്റം ഇറക്കവും ഇല്ല, ഇതുപോലുള്ള കയറ്റങ്ങളോ ഇതുപോലുള്ള ഇറക്കങ്ങളോ ഇല്ല. നമ്മളവിടെ ആക്ച്വലി ഒരു പരന്ന പ്രദേശമാണ്. പിന്നെ നമ്മുടെ നാട്ടിലും ഉണ്ട്, മലയും കുന്നുമൊക്കെ ഉണ്ട്. അത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ട്. നമുക്കത് നമ്മുടെ പുനലൂർ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്, നൈസാണ് അവിടെ. അപ്പോൾ ഇനി നടന്ന് താഴെ എത്തണം ഗൈസ്. പക്ഷേ ഇത് 1 കിലോമീറ്ററോളം 1 കിലോമീറ്റർ മേളിലുണ്ട് നമുക്ക് ഇങ്ങോട്ട് നടക്കാൻ. അങ്ങോട്ട് പോകാൻ 1 കിലോമീറ്റർ, അത് തന്നെ, അത്രയും തന്നെ, മൊത്തം 2 കിലോമീറ്റർ. പക്ഷേ ഒരു എന്താ പറയുക, ഒരു 2-3 കിലോമീറ്ററൊക്കെ നടക്കാണ്ട് പൊളിച്ചേനോ. നമ്മൾ ആദ്യം കയറിയപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെരുപ്പൂരി കയ്യിൽ പിടിക്കാം. കാരണം ഇറക്കമായതുകൊണ്ടേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഇറക്കം. ഞാൻ ഈ കയറിയ ആ സംഭവം തന്നെ അല്ലേ, നല്ല ഇറക്കമാണ്. ചെരുപ്പൂരി കൈ പിടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു സുഖമുണ്ട് നടക്കുമ്പോൾ.
അയ്യോ, ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നോ. ഞാനീ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ഒരു വൺ ഡേ വന്നിട്ടൊക്കെ പോകാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. ഇപ്പോൾ 1,500 രൂപയ്ക്ക് ബൈക്കിന് പെട്രോൾ അടിക്കുക, നേരെ തിരുവല്ല വരിക, തിരുവല്ല വന്നിട്ട് മാപ്പിടുക, മാപ്പിട്ടിട്ട് ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ ഇവിടെയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയായിട്ടൊക്കെ കിടക്കുവാണ്, അവിടെയൊക്കെ പോവുക. ഒരു ദിവസം പോയി അല്ലേ, ഒരു ദിവസം പോയി കറങ്ങടിച്ച് ഇതെല്ലാം കണ്ടിട്ടൊക്കെ പോവുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും വീടിന് വേണ്ടി അധ്വാനിക്കുന്ന, അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു. ഞാനും അതൊക്കെ തന്നെ. എനിക്ക് ഈ പറയുന്നത് ഡെയിലി വീഡിയോ ഇടാനോ റെഗുലറായിട്ടൊന്നും വീഡിയോ ഇടാൻ കഴിയില്ല. കാരണം നമ്മൾ വർക്കിന് പോയിട്ട് വീട്ടിലെ കാര്യം നോക്കി എല്ലാം നോക്കിയിട്ട് അതിൽ നിന്നൊരു വീഡിയോക്കെ എടുത്തിട്ട് വേണം നമുക്കും ഇങ്ങനെ ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പോവുക, എല്ലാവരും അങ്ങനെ പോവുക അല്ലേ. കാരണം തിങ്കൾ തൊട്ട് ശനി വരെ വർക്കിന് പോയി ഒരു ഞായറാഴ്ച കിട്ടി, ആ ഞായറാഴ്ച വീട്ടിലിരുന്ന് അതും ഒരു സന്തോഷമാണ്, വേറെ ലെവലാണത്. ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് ഒന്നിച്ചൊരു ദിവസം പോകുന്നതെന്ന് വെച്ചാൽ നല്ല സംഭവം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇതിനിടയ്ക്കൊക്കെ ഇതേപോലെ യാത്രകൾ പോവുക, യാത്രകളൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലല്ലേ. ഒരു നമ്മുടെ മനസ്സിന് നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ അങ്ങനെ 1-2 വട്ടമൊന്ന് പോയി നോക്കിയാൽ മതി. അങ്ങനെ തീരെ പോകാത്തവർ വർക്കിനൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ തന്നെ ഒരു ദിവസം ഇരുന്ന് വീണ്ടും വർക്കിന് പോകുന്നു, അങ്ങനെ പോകുന്നൊരു 2-3 ട്രിപ്പൊന്ന് പോയി നോക്ക്. 2-3 ട്രിപ്പ് പോയി നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് പോകാനുള്ള മൈൻഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പോവും. നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയാൻ ഒരു പോസിറ്റീവാണ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. ഞാൻ പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സോളോ ആയിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. നൈസാണത്, നമുക്ക് അത് വേറെ ലെവലാണ്. പക്ഷേ പലർക്കും പല ഫീലാണ്. എല്ലാവർക്കും കൂട്ടുകാരോട്ട് ഒത്തു പോകുന്നവരുണ്ട്, അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ, അല്ലാതെ ഒറ്റയ്ക്ക് പോകുന്നവർക്ക് അങ്ങനെ. എങ്ങനെയായാലും പോവുക, യാത്രകൾ പോവുക അല്ലയോ, എങ്ങനെയായാലും പോവുക. അതിപ്പം ഞാൻ ഈ പറയുന്നത് ഈ ഇല്ലീഗൽ കല്ലെന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പോകാനായിട്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ എൻ്റെ വീടെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു മൺട്രോത്തുരുത്ത് ഒരു 10-15 കിലോമീറ്ററിനകത്തൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 20 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അവിടെ തന്നെ നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെ. പക്ഷെ അവിടെ തന്നെ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ പോയത് ഇതാണ്ട് ഈ ഇടയ്ക്കാണ്. ഈ ഇടയ്ക്കെന്ന് വെച്ചാൽ ഒരു 3-4 മാസത്തിന് മുന്നെയാണ് അവിടെ പോകുന്നത്. പക്ഷേ നമ്മുടെ വീടിനടുത്തായിട്ട് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ പോയപ്പോഴാണ് അവിടുത്തെ സെറ്റപ്പ് മനസ്സിലാകുന്നത്, എന്ത് അടിപൊളിയാണെന്നറിയോ. അതുപോലെയാണ് നമ്മുടെ അവിടെ ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മൺട്രോത്തുരുത്ത്, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ. അത് പോകണം, വേറെ ലെവലാണ് മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തും പിന്നെ കൊല്ലം തന്നെ കുറേ സെറ്റപ്പുണ്ട്. അവിടെ നേരെ നമ്മുടെ എന്താ പറയുക, നേരെ പുനലൂർ പിടിക്കുക. പുനലൂർ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തെന്മല ഒരു ദിവസം ഫുള്ള് കറങ്ങാനുള്ള സെറ്റപ്പുണ്ട്. ഒരു ദിവസം അല്ലെങ്കിലേ ഉള്ളൂ. പിന്നെ സ്ഥലങ്ങളൊക്കെ കണ്ട് പെട്ടെന്ന് പോകുന്നവർക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാം. അല്ലാതെ ഒന്ന് സ്പെൻഡ് ചെയ്ത് എല്ലാം ഒന്ന് ആസ്വദിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ 2 ദിവസം കറങ്ങാനുള്ള സെറ്റപ്പ് എന്തായാലും പുനലൂരുണ്ട്. അവിടെ നമ്മുടെ കേരള ഇക്കോ ടൂറിസത്തിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പിന്നെ അതുപോലെ നമ്മുടെ തെന്മല ഡാമുണ്ട്, അവിടെ പോകാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് നേരെ നമുക്ക് തെങ്കാശി ചാടാം. തെങ്കാശി വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് എത്ര ദിവസം കറങ്ങാനുണ്ടെന്ന് എനിക്കറിയത്തില്ല, അതുപോലുള്ള സെറ്റപ്പ് കാഴ്ചകൾ തെങ്കാശി കിട്ടും. ഒരു 3-4-5 ദിവസം കറങ്ങിയാൽ തീരാത്തത്ര അടിപൊളിയാണ് തെങ്കാശി. തെങ്കാശി പോയാൽ അവിടെ കറങ്ങാം. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തെങ്കാശി പോകും. അപ്പോൾ തന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, തെങ്കാശി എപ്പോഴും തെങ്കാശി മാത്രമേ, തെങ്കാശിയിലെന്തോ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പറയുമ്പോൾ എൻ്റെ വൈഫ് പോലും പറയാറുണ്ട് തെങ്കാശി തമിഴ്നാട് പിടിച്ച് കിടക്കുകയാണെന്ന്. പക്ഷേ തെങ്കാശി എന്ന് വെച്ചാണ്ടല്ലോ വേറെ ലെവലാണ്. ആ പോകാത്തതുകൊണ്ട് അവിടെ നമ്മുടെ സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ അടുത്ത് പിന്നെ കുറ്റാലം വാട്ടർഫോൾസ്, പിന്നെ അവിടെ കുറേ ഗ്രാമങ്ങളുണ്ട് തെങ്കാശിയിൽ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ നമുക്ക് അവിടുന്ന് ഒരു 28-30 കിലോമീറ്ററിനകത്ത് പാപനാശം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോവാം. അവിടെ പോയിട്ട് അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അത് കാടിനകത്താണ്. കിടിലമാണ്, കിടിലം എന്ന് വെച്ചാൽ കിടിലം. അവിടെ പോവാം. അവിടെ പോയിട്ട് പിന്നെ ആ റൂട്ട് തന്നെ നമുക്ക് നേരെ മേളിലോട്ട് പോകാം. മേളിൽ ഫോറസ്റ്റ് ഏരിയയാണ്, അതിൻ്റെ ടോപ്പിൽ പോയി നല്ല വ്യൂ കിട്ടും. ഒരുപാട് സംഭവങ്ങളാണ്. സുന്ദരപാണ്ഡിപുരത്തെന്ന് വെച്ചാൽ മെയിനായിട്ട് കൃഷിയാണ്. കൃഷി എന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറികൾ എല്ലാ സംഭവങ്ങളും. നമ്മൾ ഈ ഇടയ്ക്ക് പോയായിരുന്നു, അപ്പോൾ അവിടെ തക്കാളി ഇതൊക്കെ ഉണ്ടാക്കി കാണാമെന്നൊക്കെ ആ ഒരു മനസ്സിലാതെ വഴി പോയാൽ. പക്ഷേ ഈ വട്ടം അവിടെ ഫുള്ള് നെല്ലിട്ടിരിക്കുക,
പക്ഷെ മുമ്പ് ചെന്നപ്പോൾ ആ വയലിൽ ഫുള്ള് തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക, വഴുതനങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ അതൊന്നുമില്ല, ഫുള്ള് നെല്ല്. ഓരോ സീസൺ അനുസരിച്ച് അവർ മാറ്റി ചെയ്യുന്നതാണ്. അതൊക്കെ നമുക്ക് കാണാം, അല്ലാതെ നമ്മൾ വീട്ടിൽ കയറി ഇരുന്നിട്ട് എന്ത് കൊടുക്കാനാണ്. പിന്നെ വീട്ടിലെ കാര്യം നോക്കണം, ഇങ്ങനെ കറങ്ങി നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്, നമുക്കങ്ങനെ ഇങ്ങനെ എപ്പോഴും കറങ്ങി നടക്കാൻ പറ്റില്ല. വീട്ടിലെ കാര്യവും എല്ലാം നോക്കി എല്ലാം വളരെ സൂക്ഷ്മതയോടെ വേണം ഇങ്ങനൊരു ട്രാവൽ ചെയ്യാനുമല്ല. എന്തായാലും താഴെ എത്താറായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ താഴെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. സത്യം പറഞ്ഞാൽ ചെറിയൊരു ആശ്വാസമുണ്ട് താഴെ എത്താറായപ്പോൾ. ഈ നല്ല കയറ്റമായതുകൊണ്ടേ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാണ്. ഇപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് എത്താറായപ്പോൾ വലിയ കുഴപ്പമില്ല, അല്ലാതെ നമ്മൾ മേളിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ നന്നായിട്ട് ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വെയിലാണ്, ഈ സമയത്തൊക്കെ പോയിട്ട് കാര്യമില്ല. ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലത്ത് വിയർത്തൊലിച്ച് പോകേണ്ടി വരും, അതാണ് സംഭവം. ജീപ്പിനകത്ത് പോകുന്നതിനെക്കാട്ടി നല്ലത് നടന്നു പോകുന്നത് തന്നെയാണ്. രണ്ടുപേരും പോകുന്നുണ്ട്, ഒരു വെള്ളമൊന്നും ഇല്ലാതെ പോകുന്നത്. വെള്ളമൊക്കെ ഇല്ല പോയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ കാണുമായിരിക്കും അറിയില്ല, ദാഹിക്കും. ഈ സമയത്ത് ഇപ്പം സമയം 2:30 എന്തോ ആയി, 2:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. നല്ല വെയിലാണ്, നല്ല കട്ടിക്ക് വെയിലടിക്കുന്നത്. രാവിലെയൊക്കെ ഞാൻ കയറിയ സമയത്ത് ഇതൊക്കെ തന്നെ. പക്ഷെ അവർ 2:30 സമയത്തൊരു വെയിലിൻ്റെ ചൂടായി, പാറയിലൊക്കെ ചൂടടിച്ചിട്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ താഴെ എത്താറായി ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ ആ വാട്ടർഫോൾസിൽ പോയി ആ വീഡിയോ ഇട്ടപ്പോഴത്തേന് എനിക്കൊരു ഒരു കോൺഫിഡൻ്റ് ഇല്ലാതായിപ്പോയി. അപ്പോൾ ഞാൻ ഇല്ലിക്കൽ കല്ല് ഓൾറെഡി എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് 2 ദിവസം മുന്നേ പോയിട്ട് പറഞ്ഞിരുന്നു വലിയ ഗുമ്മില്ല എന്നൊക്കെ. അതുകൂടെ കേട്ടപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ നമ്മളിത്ര വന്നിട്ടേ അപ്പോൾ നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ വരുമോ എന്നുള്ളൊരിതായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഇതിപ്പോൾ ഞാനൊരു 100% നമ്മൾ ഓക്കെയാണ് ഇവിടെ വന്നതിലെ. ഇമാതിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്ത് എത്തി. ഇനി നേരെ മറ്റേ വെള്ളം വാങ്ങിയ കടയിൽ പോകണം. കടയിൽ പോയിട്ട് ഇത്തടുത്ത് കറക്റ്റ് ചോദിക്കാൻ. കാരണം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കണ്ണാടിപ്പാറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അപ്പോൾ അത് അങ്ങോട്ട് പോകണം. ഓക്കെ, നമ്മൾ താഴെ എത്താറായി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡിങ്. ഇവിടെ നമ്മൾ ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തി. നമ്മളിത് അവിടെയാണ് പോയത്. എവിടെയാണത്? അതിവിടെ ഇതിന് മണ്ട കയറിയിട്ടാണ് വന്നത്. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ല് അവിടുന്ന് താഴെ ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഇവിടുന്ന് മറ്റേ ഇലവീഴ പൂച്ചിറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുക. ഇത് നമ്മൾ തിരിച്ചാണ്, ഞാൻ വന്ന റൂട്ട് ഇതല്ല. അപ്പോൾ ഇനി ഇലവീഴ പൂച്ചിറ പോയിട്ട് തിരിച്ച് ഈ റൂട്ട് പോകണം. അല്ലേ അവിടെ ചെന്നിട്ട് വേറെ വഴി കാണുമായിരിക്കും, നോക്കിയിട്ട് ഇനിയപ്പോൾ അങ്ങോട്ട് പോകണം. ഇത് സമയം 3:30 എനിക്ക് 6:30-7 മണിയാകുമ്പോഴത്തേന് തിരുവല്ല ചെല്ലണം. അപ്പോൾ അതിനു മുമ്പ് ഇവിടുന്ന് 7 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ പോയിട്ട് തിരിച്ച് 7 മണിയാകുമ്പോഴത്തേന് എനിക്ക് തിരുവല്ല എത്തണം. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് ഇലവീഴ പൂഞ്ചിറ ചെന്നിട്ട് കാണാം.